Hi Carrots, Jay and welcome back to my channel. Carrots 2026 Navy SSR MR Medical Assistant എന്നീ ട്രേഡിൻ്റെ എക്സാം അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. എക്സാം ഡേറ്റ് ഔട്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉടനെ തന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ മുന്നിൽ വെറും 13 ദിവസങ്ങൾ മാത്രമാണുള്ളത്. ഇത്രയും ദിവസത്തിനുള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ പരമായി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഒരു കാര്യം ആദ്യമേ പറയാനുള്ളത് 2026 നേവി SSR MR മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിനെ തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികളും ബിഗിനേഴ്സാണ്. അതായത് ആദ്യമായിട്ടാണ് ഈ കുട്ടികളെല്ലാം നേവിയുടെ എക്സാം എഴുതാൻ പോകുന്നത്. ഈ കുട്ടികൾക്കൊന്നും തന്നെ അറിഞ്ഞുകൂടായിരുന്നു ഇത്ര പെട്ടെന്ന് എക്സാം ഡേറ്റ് വരുമെന്ന് തന്നെ. നമ്മൾ ആൾറെഡി എല്ലാ വീഡിയോസിലും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു മെയ് 2nd അല്ലെങ്കിൽ 3rd വീക്കോടെ നിങ്ങളുടെ എക്സാം വരും എന്നതിനെക്കുറിച്ച്. അതേ രീതിയിൽ എക്സാം ഡേറ്റും വന്നിരിക്കുകയാണ്. കുട്ടികളെ നിങ്ങളും 2026 ഈ ട്രേഡിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ കാണുക. ഈ ഒരു വീഡിയോയിൽ കൂടി മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ്, എക്സാം പാറ്റേൺ, ഏതൊക്കെ സിലബസ്, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് കുറച്ച് ടിപ്സുകൾ കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും എത്തിച്ചിരിക്കണം. നേവി SSR MR MAക്ക് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ ഒരു പേപ്പർ, ഒരു പേന എടുക്കുക. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോന്ന് നോട്ട് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. ഈ ഒരു വീഡിയോയുടെ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ മിക്ക കുട്ടികൾ മനസ്സിൽ വരാവുന്ന ഒരു കാര്യമാണ്, അതായത് 13 ദിവസത്തിനുള്ളിൽ എങ്ങനെ ക്രാക്ക് ചെയ്യാം. SGS ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് പോയിൻറ്റും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ കാണുക, അപ്പോൾ അറിയാൻ പറ്റുന്നതായിരിക്കും. ഈ അവസാന സമയങ്ങളിൽ നിങ്ങൾ നല്ലപോലെ ഒന്ന് പഠിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ്. നേവി SSR MR മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് അറിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്. നോക്കൂ കുട്ടികളെ, നേവി SSRൻ്റെ 2024-25 ഇൻടേക്കിൻ്റെ കട്ട് ഓഫ് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 19.25 മാർക്കായിരുന്നു. നേവി MRൻ്റെ പറയുകയാണെങ്കിൽ ഈ ഇൻടേക്കിൻ്റെ കട്ട് ഓഫ് 20.75 മാർക്കായിരുന്നു. ഇനി 2025 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 2025 3 ഇൻടേക്കിൻ്റെ കൂടി നോട്ടിഫിക്കേഷൻ ഒരുമിച്ചായിരുന്നു വന്നത്. നേവി SSRൻ്റെ കട്ട് ഓഫ് പറയുകയാണെങ്കിൽ നേവി SSR ബോയ്സിൻ്റെ കട്ട് ഓഫാണ് 17.5 മാർക്ക്. എത്രയിലാണ്? 100 മാർക്സിലാണ് ഈ 17.5. നേവി SSR ഗേൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 29.75 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് MRൻ്റെ കാര്യം നോക്കാം. MRൻ്റെ 3 ഇൻടേക്കിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. MRൻ്റെ കട്ട് ഓഫ് അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ബോയ്സിൻ്റെയാണ് 19.25, MR ഗേൾസിൻ്റെയാണ് 21.5. അതും എത്രയിലാണ്? 50ലാണ് കുട്ടികളെ. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, 100 മാർക്കിൽ എത്ര മാർക്ക് ഞാൻ നേടണം എന്നാൽ എനിക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റും, 50 മാർക്കിൽ എനിക്ക് എത്ര മാർക്ക് നേടണം എന്നാൽ എനിക്ക് പോകാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ മിക്ക കുട്ടികൾക്കും തോന്നാവുന്ന ഡൗട്ടാണ്, മുൻ വർഷങ്ങളിലായിരുന്നു ഈ ഒരു കട്ട് ഓഫ്, ഈ വർഷങ്ങളും ഇതേ സെയിം കട്ട് ഓഫ് തന്നെ ആയിരിക്കുമോ? SGS ഡെഫിനറ്റ്ലി ഇതിനടുത്ത് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. 1 അല്ലെങ്കിൽ 2 മാർക്സ് അപ്പ് ആൻഡ് ഡൗൺ വരാനുള്ള സാധ്യതയാണുള്ളത്. കൂടുതലും സാധ്യത ഡൗൺ ആണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതായിരിക്കും. നിങ്ങൾക്കപ്പോൾ ഒരു റഫ് ഐഡിയ കിട്ടി, ഇത്രയും മാർക്ക് നേടിയാൽ എനിക്ക് സ്റ്റേജ് 1 കിട്ടുമെന്ന്. സ്റ്റേജ് 1 പാസ്സായുള്ള ബെനിഫിറ്റ് സ്റ്റേജ് 2 അറ്റൻഡ് ചെയ്യാൻ പറ്റും. സ്റ്റേജ് 1ലെ മാർക്ക് നമുക്ക് സ്റ്റേജ് 2ന് ബെനിഫിറ്റ് ആകുമോ? ഇല്ല. സ്റ്റേജ് 1ലെ മാർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ക്വാളിഫൈ ചെയ്തതിനു ശേഷം സ്റ്റേജ് 2ൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഗെയിം സ്റ്റാർട്ട് ആവുന്നത്. അവിടെ നിങ്ങൾ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നോ അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ. സ്റ്റേജ് 2ലേക്ക് പോകണമെങ്കിലോ സ്റ്റേജ് 1 പാസ്സാകുകയും വേണം. 2 ഇൻടേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പോൾ കട്ട് ഓഫിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളുടെ മൈൻഡിലൊരു ക്ലിയർ ഐഡിയ ഉണ്ട്. എന്നാലും എനിക്ക് പറയാനുള്ളത് ഇതേ സെയിം മാർക്ക് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായി? അപ്പ് ആൻഡ് ഡൗൺ വരാനുള്ള സാധ്യതയുണ്ട്. പഠിക്കുക. നിങ്ങളുടെ മാക്സിമം ബെസ്റ്റ് ഔട്ട്പുട്ട് എടുക്കാൻ നിങ്ങൾ പരമാവധി ട്രൈ ചെയ്യണം. മാക്സിമം ഔട്ട്പുട്ട്, കേട്ടോ? അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 2026 ഡിസംബറിൽ നിങ്ങൾക്ക് ഇന്ത്യൻ നേവൽ അക്കാഡമിയിൽ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. വെറും 6 to 8 മന്തിനുള്ളിൽ തന്നെ ഇന്ത്യൻ നേവിയുടെ യൂണിഫോം നിങ്ങൾക്ക് അണിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന്. കേട്ടോ കുട്ടികളെ, നേവി MAയുടെ കട്ട് ഓഫ് ആണെങ്കിൽ 43.25 ആയിരുന്നു. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് SSRൻ്റെയും MRൻ്റെയും എക്സാം പാറ്റേൺ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഈ അവസാന സമയങ്ങളിൽ 100 ക്വസ്റ്റ്യൻ 100 മാർക്സ് കമ്പ്യൂട്ടർ എക്സാമാണ്. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ലാംഗ്വേജിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 60 മിനിറ്റ്സ് നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വരും, ഇംഗ്ലീഷിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വരും, സയൻസിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വരും, GKയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ വരും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങോട്ട് വീഡിയോയിൽ നമുക്ക് ഹെൽപ്പ് ആവുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് SSRൻ്റെ കാര്യം മനസ്സിലായി. ഇനി ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് നിങ്ങളുടെ വീക്ക് സബ്ജക്റ്റ് ഏതാണ്, സ്ട്രോങ് സബ്ജക്റ്റ് ഏതാണ്,
നിങ്ങൾ കൂടുതൽ നേരം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റാണോ അല്ലയോ എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത്. ഈ 4-ലും നമുക്ക് എന്താണ് സെക്ഷൻ കട്ട് ഓഫ് ക്രോസ് ചെയ്തിരിക്കണം. വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അങ്ങോട്ട് സെക്ഷൻ കട്ട് ഓഫ് നിങ്ങൾക്ക് മാക്സിമം എത്ര ക്രോസ് ചെയ്യണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, സയൻസ്, GK ഈ 4 നിന്നും 25 ക്വസ്റ്റ്യൻ വീതമാണ് വരുന്നത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് വേണം നമുക്ക് പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിളായിട്ട് ഇവിടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ് മാത്സിൻ്റെ. കുട്ടികളെ, മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മാത്സ് എന്നൊരു സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഇതിപ്പം SSRൻ്റെ ആണ്. SSRൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, MRൻ്റെ മെഡിക്കൽ അസിസ്റ്റൻറ്റ്, ഈ ട്രേഡിൻ്റെ എല്ലാം തന്നെ സബ്ജക്റ്റും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ വീഡിയോ നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ തമ്പനിയിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇതേ സെയിം ചാനലിൽ തന്നെ വീഡിയോ ലിസ്റ്റിൽ ലഭിക്കുന്നതായിരിക്കും. കയറി കാണാവുന്നതാണ്. ഇനി ഞാൻ പറയുന്ന ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നിട്ട് കേട്ടോ കുട്ടികളെ. ഫോർ എക്സാമ്പിളായിട്ട് മാത്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ മുതൽ ഈ ഡിഫറൻസിയേഷൻ വരെ ഇത്രയും ചാപ്റ്ററിൽ നിന്ന് എല്ലാ എക്സാമിനും 5 to 6 ക്വസ്റ്റ്യൻ വരെ വന്നിട്ടുണ്ട്. 5 to 6 ക്വസ്റ്റ്യൻ. ഇത്രയും ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ചാപ്റ്ററിനകത്ത് 2 to 4, ചിലതിനകത്ത് 6. കോണിക് സെക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില സെഷനകത്ത്, അതായത് ചില ഇൻടേക്കിനകത്ത് 5 to 6 ക്വസ്റ്റ്യൻ വരെ വന്നിട്ടുണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്കിപ്പ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സ്റ്റേജ് 1 ക്രോസ് ചെയ്യാനായിട്ട് ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങളൊന്ന് പഠിച്ചാൽ മാത്രം മതി. എല്ലാ ദിവസവും ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് കവർ ചെയ്താൽ തന്നെ ക്രോസ് ആകും. മാക്സിമം ഒരു 20 to 25 മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ ഇത്രയും ചാപ്റ്റർ നല്ലപോലെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റേജ് 1 ക്രോസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? സ്റ്റേജ് 2 ഞാൻ പറയുന്നില്ല, കാരണം സ്റ്റേജ് 2-ൽ ഇതിൻ്റെ 2 ഇരട്ടി മാർക്ക് നിങ്ങൾ നേടേണ്ടി വരും. അപ്പോൾ മാത്സിൻ്റെ കാര്യം മനസ്സിലായോ? അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എല്ലാം സീനിയറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ടോപ്പിക് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ കുട്ടികളെ. അപ്പോൾ നിങ്ങൾ SSRനെ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. മറ്റ് ടോപ്പിക് ഏതൊക്കെയാണ് നോക്കൂ കുട്ടികളെ. മാത്സിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അതേ രീതിയിൽ ഇംഗ്ലീഷിൻ്റെ, സയൻസിൻ്റെ, GKയുടെ എല്ലാത്തിൻ്റെയും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് അതിനനുസരിച്ച് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. സ്റ്റാർട്ടിങ്ങിൽ ഒരു 25 to 30 മാർക്സ് കിട്ടിയാലും പാസ്സാവും. അതിന് മുന്നേ, അതായത് 22 ആണെങ്കിൽ നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും കൺഫേം ആയിട്ട്. ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലെല്ലാം നമ്മൾ ഇതേ രീതിയിലെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റേജ് 2ൻ്റെ പ്രിപ്പറേഷൻ ലഭിക്കുന്നതായിരിക്കും. സ്റ്റേജ് 2ൻ്റെ റെക്കോർഡഡ് ക്ലാസ്സും അതേപോലെ തന്നെ സ്റ്റേജ് 2ൻ്റെ ഫുൾ ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഒറ്റ കോഴ്സ് ഫീസിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കേട്ടോ കുട്ടികളെ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലോ? ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. നേവി MRൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 50 മാർക്സ് 50 ക്വസ്റ്റ്യൻ, മാത്സിൽ നിന്ന് 12, സയൻസ് 13, GK 25. ഇവിടെയും അതേ രീതിയിലുള്ള ടിപ്പാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മാത്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇതാണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇതിനകത്ത് 1, 2, 3, 4, 5, so then 6, 7, 8 ഇത്രയും ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 12 ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഇവിടെ. ഈ 8 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ രീതിയിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ. ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നമ്മളും ഈ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് കേട്ടോ കുട്ടികളെ. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ നിങ്ങളുടെ സബ്ജക്റ്റ് എല്ലാം നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. വീക്ക് ആൻഡ് സ്ട്രോങ് ഏതാണോ അതനുസരിച്ച് നിങ്ങൾ കവർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. മിനിമം ഇത്രയും ചാപ്റ്ററെങ്കിലും നിങ്ങൾ കവർ ചെയ്യാൻ നോക്കണം. അതിനുശേഷം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കവർ ചെയ്യാൻ നോക്കുക കേട്ടോ കുട്ടികളെ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് കുറച്ച് ടിപ്സുകളാണ്. അതിനകത്ത് ആദ്യത്തെ ടിപ്സ് തന്നെ നോക്ക്, അമിതമായി പഠിക്കരുത്. എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ ഇനി ശ്രമിക്കാതെ കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റ് തന്നെയാണ് ഇവിടെ ഞാൻ ഒന്നുകൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സബ്ജക്റ്റ് എടുക്കണം, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുക്കണം, അത് നിങ്ങൾ പഠിക്കണം. സ്റ്റേജ് 2-ൽ തകർത്ത് പഠിക്കാൻ നോക്കണം. കാരണം അവിടെ ഇതിനകത്ത് എത്ര മാർക്കുണ്ടോ നിങ്ങൾ നേടുന്നത് അതനുസരിച്ചിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റേജ് 1 ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. 30 മോക്ക് ടെസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. SSRൻ്റെ ആണെന്നുണ്ടെങ്കിൽ 30, MR ആണെന്നുണ്ടെങ്കിൽ 30. ഇത്രയും മോക്ക് ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് നെഗറ്റീവ് മാർക്കിംഗ്. 0.25 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാം വെറുതെ എന്താണ് കറുപ്പിക്കാനായിട്ട് നോക്കരുത്. ദാറ്റ് മീൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കരുത്. അത്ര കോൺഫിഡൻ്റ് ആയിട്ട് വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ ഫൈനൽ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സെക്ഷണൽ കട്ട് ഓഫ്. സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട് നേവി, SSR, MR, MAക്ക്. രാവിലത്തെ ലൈവ് സെക്ഷനിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതാണ്. സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ വളരെ കൂടുതൽ മാർക്കൊന്നുമില്ല. എങ്ങനെയാണോ എയർഫോഴ്സിൻ്റെ അതേ രീതിയിൽ തന്നെയാണ്. മാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷൻ വെച്ച് എടുക്കുമ്പോൾ, അതായത് സബ്ജക്റ്റ്
എടുക്കുമ്പോൾ മാത്സ്, പിന്നെ ഫിസിക്സ്, പിന്നെ GK, ഇംഗ്ലീഷ് ആ രീതിയിൽ എടുക്കുമ്പം 4 to 6 മാർക്കിനിടയിലാണ് സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇതിനിടയിലാണ് വരുന്നത്. അപ്പോൾ 25 മാർക്കിനകത്ത് 6 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റത്തില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സെക്ഷണൽ കട്ട് ഓഫിൻ്റെ കാര്യവും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. കുട്ടികൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ആന ഡിഫൻസ് അക്കാഡമിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ 13 ദിവസത്തിനുള്ളിൽ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം തന്നെ ഓൺലൈൻ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, റെക്കോർഡഡ് ആയിട്ടുമുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ക്ലാസ്സുകൾ മാത്രം പഠിച്ചിട്ട് DPP കവർ ചെയ്ത് പോയാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ മോക്ക് ടെസ്റ്റും ഉണ്ട്. ഈ മോക്ക് ടെസ്റ്റും കൂടി കവർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം പാസ് ആകാൻ പറ്റും. പിന്നെ സ്റ്റേജ് 2 ആവുന്ന സമയത്ത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ വെറും 13 ദിവസം മാത്രമാണുള്ളത്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഈ 3 ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ കുട്ടികളെ. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുട്ടികളെ ഡിഫൻസ് റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്യാനും നിങ്ങളെ പേഴ്സണൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ആന ഡിഫൻസ് അക്കാഡമി 2 നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ലൈൻ നമ്പർ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളും ചെയ്യാവുന്നതാണ്. നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഇവിടെ അവൈലബിൾ ആണ്. 2026 ആർമിയുടെയും ഫുൾ ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫിസിക്കൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാൻ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക. Thank you so much, Jay.